കോഴിക്കോട് ഗോദീശ്വരത്ത് കടൽക്ഷോഭം രൂക്ഷമാകുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ തരും. നിഖിൽ, പലയിടങ്ങളിലെ കടൽക്ഷോഭത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വന്നു, മലപ്പുറത്ത് നടക്കും. എന്താണ് അവിടുത്തെ നിലവിലെ സ്ഥിതി? അവിടെ നിന്ന് ആളുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? സുഹൈൽ, ഇത് ഗോദീശ്വരത്ത് ഈ വർഷത്തെ മാത്രം കാര്യമല്ല, സ്ഥിരമായി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഭാഗത്തൊന്നും തന്നെ, ഇപ്പൊ ഗോദീശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ പാതയിൽ ഇവിടെ ഒന്നും തന്നെ ഈ ഭിത്തിയില്ല, സംരക്ഷണ ഭിത്തി ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഇത്തവണ തകർന്ന ഒരു റോഡാണിത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇത് ഇവിടുത്തെ ആളുകൾ സുഗമമായി കടന്നു പോയിരുന്ന ഒരു പാതയാണ്. പക്ഷേ ഈ പാത ഇത്തവണത്തെ ഏതൊരു 4-5 ദിവസം കൊണ്ടുള്ള മഴയിൽ ഇത് ഈ ശക്തമായ കടൽക്ഷോഭം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇത് പൂർണ്ണമായി തകർന്നിരിക്കും. നമുക്ക് നോക്കുക, ഈ റോഡിന്റെ ഈ ഭാഗം കാണാം. നല്ല തിരയടിയാണ് ഇപ്പോൾ ഉള്ളത്. നന്നായി തന്നെ തിര അങ്ങനെ ഇടിച്ചു കയറുന്നുണ്ട്. ഈ ജനവാസ മേഖലയിലേക്ക്, വീടുകളുടെ പരിസരത്തേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. നമ്മൾ ഇന്നലെ രാത്രിയും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം, രാത്രിയിലും ഈ വേലിയേറ്റമുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോഡ് എത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഏതാണ്ട് ഒരാഴ്ച മുൻപ് വരെ, സുഹൈൽ, നമ്മൾ ഈ കാണുന്ന റോഡ് ഒരാഴ്ച മുൻപ് വരെ ഒരു നല്ല റോഡായിരുന്നു. അതായത് വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റുന്ന സമീപകാലത്ത് ടാർ ചെയ്ത ഒരു മനോഹരമായ റോഡായിരുന്നു. ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക. എന്താണ് ഇപ്പോൾ ഈ അവസ്ഥ? ഈ പൂർണ്ണമായ ഒരു ഭാഗം പൊട്ടി തകർന്നിരിക്കുന്നു. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ ഒരു കടൽഭിത്തി ഇല്ല എന്നുള്ളതാണ്. 1 കോടി രൂപ കടൽഭിത്തിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോ ഈ ഭാഗം നമുക്കൊന്ന് കാണിക്കാം. ഇവിടെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാറുകൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന സാമാന്യ വീതിയുള്ള ഒരു റോഡായിരുന്നു. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ വീടുകളിലേക്ക്, ഇത് തൊട്ടടുത്ത് വീടുകളുണ്ട്, ആ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് അല്പസമയം കൂടി കഴിയുമ്പോൾ, ഇപ്പോൾ വേലിയേറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്പസമയം കൂടി കഴിയുമ്പോൾ ഇത് ഇനിയും ഉയരും. അതായത് വേലിയേറ്റം ഇനിയും കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനവാസ മേഖലകളിലേക്ക് വെള്ളം എത്തുമെന്നാണ്, അതായത് ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കണ്ടതുപോലെ തന്നെ അവിടെ ഒരു സംരക്ഷണ ഭിത്തി വേണമെന്നൊക്കെ ആവശ്യങ്ങളൊക്കെ ഇന്നോ ഇന്നലെ ഉയർന്നതല്ല. പക്ഷേ ഇത്ര കാലമായിട്ടും അവിടെ സംരക്ഷണ ഭിത്തിയില്ല. അവിടെ നിർമ്മിച്ച റോഡടക്കം കടലെടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. ജനങ്ങളൊക്കെ ചെറിയ രീതിയിൽ പരിഭ്രാന്തിയിലാണ്. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.